അപ്പോൾ 91 കഴിഞ്ഞപ്പോൾ അത് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 95 ഞാൻ അന്ന് മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ താലൂക്ക് പ്രസിഡന്റ്. അങ്ങനെയൊക്കെ സമൂഹത്തിൽ അങ്ങനെ കുറച്ച് കൾച്ചർ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും ടച്ച് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയോടൊപ്പം തന്നെ PSC ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ 95 ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി. പിന്നെ 99 എനിക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് ജോലി കിട്ടുന്നത്. ഒരു ഗസറ്റ് ഓഫീസറായിട്ട് ജോലി 99 പക്ഷേ അന്നത്തെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ കുറച്ച് മോശമായതുകൊണ്ട് ഇടയ്ക്കൊരു വർഷം ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപനമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പോകുന്നതും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആവുന്നതൊക്കെ അതിന് ശേഷമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് 95 to 99 ശരിക്കും 95 to 2000 അതിൻ്റെ ഒരു കാലാവധി. 99 അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് ജോലി കിട്ടിയപ്പോൾ എനിക്ക് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ആർക്കും ഒരു വരുമാനമില്ല. മൂത്ത ജ്യേഷ്ഠൻ മരിച്ചു 91 മരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിന്, അന്ന് ഉമ്മൻചാണ്ടി സാറായിരുന്നു ഒക്കെ നേതാവ് ആയിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ, അദ്ദേഹത്തെ കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുന്ന സംസാരിക്കുകയും അങ്ങനെയാണ് ഞാൻ ജോലിയിലേക്ക് വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സർവീസ് കാലഘട്ടം? 95 ഞാൻ ആദ്യം ഇറിഗേഷൻ, അതിലെ ഗസറ്റ് ഓഫീസർ എന്ന രീതിയിലാണ് പറയുന്നത്. അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, വയനാടാണ് ജോയിൻ ചെയ്തത്. നല്ല നമുക്ക് ഏത് ജോലിയാണെങ്കിലും എന്ത് നമ്മൾ ഏറ്റെടുത്ത് അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളൊരു ഇതാണ് എനിക്കുള്ളത്. അപ്പോൾ ആ ജോലിക്ക് അതിൻ്റെ രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഇറിഗേഷനിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് 5 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണം, അതായത് 95 നമ്മുടെ കേരളത്തിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം വരുന്നത്, 3 tier സിസ്റ്റം വരുന്നത്. പഴയ പഞ്ചായത്ത് പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടിയും ജനകീയമായ രീതിയിലുള്ള ഒരു പഞ്ചായത്ത് സിസ്റ്റം വരുന്നത് 95 കേരളത്തിൽ. അതിൻ്റെ ആദ്യത്തെ ഇലക്ഷനാണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആവുന്നത്. കാരണം ഞാൻ ഈ മേഖലയിൽ നിന്ന് വന്നൊരാളായതുകൊണ്ടും ഒരു ജനപ്രതിനിധി ആയിരുന്ന ആളായതുകൊണ്ടും ഇനി ഫ്യൂച്ചർ അതിന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടും മാത്രമല്ല ജനങ്ങളെ കുറച്ചും കൂടി സാധാരണ ജനങ്ങളെ ഒരു എഞ്ചിനീയർ എന്ന രീതിയിൽ സഹായിക്കാൻ എനിക്ക് കൂടുതൽ പറ്റുന്നത് ഈ LSTD ലോക്കൽ സെൽഫിലൂടെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ഞാൻ ഓപ്ഷൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 2003 ഞാൻ LSTD ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ 2010 വരെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട്, 2010 അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി, പിന്നെ 2018 എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി, പിന്നെ 2023 സൂപ്രണ്ട് എഞ്ചിനീയറായി. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വിരമിച്ചു.